ഓണം ദിനത്തിൽ സംസ്ഥാനത്ത് റെക്കോർഡ് മദ്യവിൽപ്പനയാണ് നടന്നത്. 11 ദിവസം കൊണ്ട് നമ്മൾ കുടിച്ചു തീർത്തത് 920 കോടി 74 ലക്ഷം ഇവിടെ മദ്യമാണ്. എനിക്കൊന്ന് മറ്റൊരു സംസ്ഥാനക്കാർക്കും നമ്മൾ മത്സരിക്കാൻ പറ്റില്ലെന്ന് തോന്നുന്നു. മുൻ വർഷത്തേക്കാൾ 78 കോടി 67 ലക്ഷം രൂപയുടെ അധിക മദ്യം നമ്മൾ ഈ 15 ദിവസം കൊണ്ട് കുടിച്ചു. 6.41 കോടി രൂപയുടെ മദ്യം വിറ്റഴിച്ച മലപ്പുറം തിരൂർ വെബ്കോ ഔട്ട്ലെറ്റ് വിൽപ്പനയിൽ ഒന്നാമതായി. അയ്യോ, കരുനാഗപ്പള്ളിയുടെ ഒന്നാം സ്ഥാനം പോയോ? മനീഷ് മഹിബാൽ വിവരങ്ങളുമായി ചേരുന്നു. പറയൂ മനീഷ്. അതായത് അത്തത്തിന് തലേന്ന് മുതലുള്ള 11 ദിവസം, തിരുവോണത്തിനും ചതയത്തിനും വെവ്കോ അവധിയാണ്. ഈ ദിവസത്തെ 11 ദിവസത്തെ മുഴുവൻ കണക്കുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം അല്ല, കൃത്യം കണക്കനുസരിച്ച് 78 കോടി 67 ലക്ഷം രൂപയാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലുള്ളത്. ഇത് മറ്റൊരു കണക്ക് കൂടി പുറത്തു വരുന്നത്, നേരത്തെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ആയിരുന്നു ഒന്നാം സ്ഥാനം. അവിടെയായിരുന്നു മദ്യ ഉപഭോഗം കൂടുതലുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത് മലപ്പുറം ജില്ലയിലെ തന്നെ തിരൂർ ഷോപ്പിലേക്ക് ആണ് ഒന്നാം സ്ഥാനം തിരൂർ ഏറ്റെടുത്തിരിക്കുന്നു. 11 ദിവസം കൊണ്ട് ഏറ്റവും കൂടുതൽ വിൽപ്പന 6.41 കോടി. തൊട്ട് പിന്നാലെ കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ഉണ്ട്, അവിടെ 6.40 1 കോടിയുടെ വ്യത്യാസത്തിലാണ് ഒന്നാം സ്ഥാനം നിലവിൽ കരുനാഗപ്പള്ളിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. മൂന്നാം സ്ഥാനം മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പാലയാണ് മൂന്നാം സ്ഥാനം. 4ാം സ്ഥാനം തിരുവനന്തപുരമാണ്. 5ാം സ്ഥാനം ചാലക്കുടിയാണ് എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ മദ്യവിൽപ്പന ഒരു കാലത്ത് നടന്ന സ്ഥലം ചാലക്കുടിയാണ്. പക്ഷേ ഇത്തവണ അത് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും കുറവ് മദ്യവിൽപ്പന നടക്കുന്നത് എറണാകുളം ജില്ലയിലാണെന്ന കണക്കുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒപ്പം തന്നെ മദ്യവിൽപ്പനയിൽ കൂടെ ലഭിക്കുന്ന നികുതിയിലും വലിയ റെക്കോർഡുണ്ട്. 920.74 കോടിയുടെ നികുതി കൂടി 7,976.15 കോടി രൂപയുടെ നികുതി കൂടി സംസ്ഥാനത്ത് ലഭിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തേക്കാളൊക്കെ തന്നെ വലിയ റെക്കോർഡ് കൂടിയാണ്. ഒപ്പം തന്നെ കുപ്പിക്കണക്കിൽ ആളുകളുടെ സംശയമുണ്ട്, അതായത് മദ്യവിൽപ്പന കൂടുന്നത് ഈ മദ്യത്തിൻ്റെ വില കൂടിയത് കൊണ്ടാണോ ഇത്ര രൂപ കിട്ടുന്നതെന്ന്. പക്ഷേ അങ്ങനെയല്ല, മദ്യത്തിൻ്റെ വില കൂടിയത് കൊണ്ട് മാത്രമല്ല, മദ്യക്കുപ്പികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. അതായത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ അളവ് കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ വെവ്കോ ചില്ലറ വിൽപ്പനശാലകൾ വഴി വിറ്റത് 78.29 ലക്ഷം വിദേശ മദ്യക്കുപ്പികളാണെങ്കിൽ, വിദേശ മദ്യക്കുപ്പികളുടെ കേസുകളാണ്. ഒരു കേസിൽ 12 കുപ്പി എന്ന കണക്കാണ്. അങ്ങനെയെങ്കിൽ അത് കഴിഞ്ഞ വർഷം 73.6 ലക്ഷമായിരുന്നു ആ കണക്കാണ്. ഇപ്പോഴത് കൂടി ഇത്രയും കേസായിരിക്കുന്നത്. ബിയറിൻ്റെ കാര്യത്തിലും വലിയ രീതിയിൽ ബിയർ വിൽപ്പനയും വർധന ഉണ്ടായിട്ടുണ്ടെന്ന കണക്ക് കൂടി വരുന്നുണ്ട്. അങ്ങനെ 11 ദിവസത്തെ ഓണക്കാലത്തെ മദ്യവിൽപ്പനയുടെ കണക്കെടുത്താൽ അത് സർവ്വകാല റെക്കോർഡാണ്. മനീഷ് മഹിബാൽ റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓണ വിൽപ്പനയിലെ അവസാന ലാപ്പിലാണ് കരുനാഗപ്പള്ളി മലപ്പുറം മറികടന്നാണ് പറയുന്നത്. ഇതെന്തെന്ന് കുടി സ്പോർട്സോ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.